ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസ്റ്റ് വ്ലോഗ്. ഇന്ന് വീണ്ടും ഒരു പുതിയൊരു വ്ലോഗുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അത് തന്നെ, പുതിയ ഉടായ്പ അല്ല കേട്ടോ. ഉടായ്പാണെന്നും പറയാം, പക്ഷെ ഇതെല്ലാവരും ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. എന്നാലും ഞങ്ങളും കൂടെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു തനിമ ഉണ്ടാവുമല്ലോ. വിസ്പർ ചലഞ്ച്, ഇപ്പം എല്ലാവർക്കും അറിയാം. വിസ്പർ ചലഞ്ച് എന്താണെന്ന് പറഞ്ഞു കൊടുത്തേ ഫ്രീ. അതായത് ഉദ്ദേശിച്ചേക്കുന്ന വെച്ചാൽ ഷെൽജി ഇപ്പോൾ ഒരു സിനിമയുടെ പേര് പറയും. ആ സമയത്ത് ഞാൻ ഇത് ഉപയോഗിച്ച് ഇങ്ങനെ മൂടി വെച്ചേക്കുമായിരിക്കും. പാട്ട് നല്ല അപ്പോൾ ഞാൻ പാട്ട് നല്ല വോളിയത്തിൽ വെച്ചേക്കുവാണ്. അപ്പം ഞാൻ ആ സിനിമ ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് പറയണം. അതാണ് എൻ്റെ പരിപാടി. ടൈം ഉണ്ട്. അപ്പം നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 31 സെക്കൻഡ് വെച്ചിട്ടുണ്ട്. 30 സെക്കൻഡിനുള്ളിൽ പറയണം. ആ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യും. 30 സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അലാറം അടിക്കും. അപ്പോൾ പിന്നെ ചാൻസ് കഴിയുവാണ്. ഓക്കെ, തോക്കുന്നവർക്ക് എന്താ, അല്ല ജയിക്കുന്നവർക്ക് എന്താ? ജയിക്കുന്നവർക്ക് നമ്മളൊരു പിസ്സ. ഇപ്പം നമ്മൾ ജയിച്ചാലും നീ ആര് ജയിച്ചാലും നമുക്കൊരു പിസ്സ കാണും. ഓക്കെ, അത് നീ കാണിക്കാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ എന്റെ പിക്ക് ഇട്ടേക്കാമേ. പിക്ക് ഇട്ടേക്കാം. ഞാൻ ജയിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇല്ല, ഞാൻ ജയിക്കും. ഓക്കെ, ശരി, നമുക്ക് ഗെയിമിലോട്ട് പോവാം. പോവാം. ഓക്കെ, അപ്പൊ പാട്ട് തുടങ്ങിക്കോ. ഞാൻ പറയാമേ ആദ്യമേ? ഞാൻ പറയാം. ആയിക്കോട്ടെ, ഞാൻ ആദ്യം ഈ സാധനം വെച്ചോണ്ടിരിക്കാം. ചെവി ശരിക്കും കവർ ചെയ്ത് വെച്ചേ. ഞാൻ ഉണ്ടായിപ്പോ കാണിക്കാതെ പറഞ്ഞേക്കുന്നത്. ജെഫ്രിയുടെ തലക്ക് ഇച്ചിരി ഇത് കൂടുതലായിരുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പാട്ടുണ്ടോന്ന്? ഓളിയുണ്ടോ? അപ്പൊ ഞാൻ ആദ്യത്തെ പറയോ കേട്ടോ, പറയട്ടെ. ഭയങ്കര ഓളിയാ, ഭയങ്കര ഓളിയാ. പതുക്കെ പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ നമ്മൾ എന്ത് പറയും? മഴവില്ല്. ഞാൻ പറയാൻ പോണേ മഴവില്ല്. ഇത് പറ്റത്തില്ല, ഇത് കള്ളക്കളി. ശരി, ആകാശത്തോട്ട് നോക്കിയിട്ടാ പറഞ്ഞത്. ഞാൻ ആകാശത്തോട്ട് നോക്കി, ഇത് പറ്റത്തില്ല. ജെഫ്രിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ശരി, ജെഫ്രിക്ക് 1 പോയിന്റ്. ഞാൻ അടുത്ത എനിക്ക്. ശരി, ആകാശത്തോട്ട് നോക്കിയിട്ടാണ് ഗൈസ് പറഞ്ഞ. അങ്ങനെ എനിക്കൊരു പോയിന്റ് കിട്ടിയിരിക്കുന്നു. എനിക്കറിയില്ല കേട്ടോ ജെഫ്രിക്ക് എന്താണെങ്കിലും ഇപ്പൊ മനസ്സിലായി. ഞാൻ 20 സെക്കൻഡ് ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഓക്കെ ഗൈസ്, അടുത്ത ചോദ്യം തുടങ്ങുകയാണ്. ആനച്ചന്തം. ആനച്ചന്തം. അടിച്ചുവാരി. ആനച്ചന്തം. അടിച്ചുവാരി. ആനച്ചന്തം. വൺസ് മോർ. ആനച്ചന്തം. അടിമുടി. ആനച്ചന്തം. ആനച്ചന്തം. ചന്ദ്രരേഖ. ആനച്ചന്തം. ചന്ദമാമ. ചന്ദമാമയുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ആയോ? എന്താ? ടൈം ഓഫ്. യുവർ ടൈം ഔട്ട്. ആനച്ചന്തം. ഇത് ചാന്ന് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇല്ല, ചാന്ന് മാത്രമേ എനിക്ക് ലിപ്പില് മനസ്സിലാവുന്നുണ്ടായിരുന്നുള്ളൂ. അതാ ഞാൻ ചന്ദ്രലേഖ എന്ന് പറഞ്ഞ. ഓക്കെ, അപ്പൊ ഞാൻ 1-0 അല്ലേ? 1-2 2-0. ഓക്കെ, 2-0. ഇവന്റെ പൊന്നി നിർത്താവേ, വേറൊരു പേര് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ടൈമർ. ജെഫ്രി പറഞ്ഞല്ലോ. ഇതിപ്പോ രണ്ടാമത്തെ. ഷെൽജി ആദ്യത്തെ പറഞ്ഞില്ലല്ലോ. അത് എനിക്ക് 0, ജെഫ്രി ഒരെണ്ണം പറഞ്ഞു. അടുത്തത് രണ്ടാമത്തെ ഞാൻ ജെഫ്രിയോട് ചോദിക്കുന്നു. നീ കേൾക്കാൻ പറ്റുന്നുണ്ടോ? തുടങ്ങുവാണേ. ഒരു വടക്കൻ വീരഗാഥ. കുറുവച്ചന്റെ വീടോ? ടൈം ഇപ്പൊ കഴിയും. കുരുവികളുടെ വീടോ? ഒരു വടക്കൻ വീരഗാഥ. കഴിഞ്ഞു, ടൈം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇല്ല ഗൈസ്, എന്റെ സമയം കഴിഞ്ഞു. ഒരു വടക്കൻ വീരഗാഥ. അങ്ങനെ ഷെൽജിക്ക് നേരത്തെ സമയം കൂടുതൽ കൊടുത്ത് എനിക്ക് തന്നില്ല. അപ്പൊ 1 ലവ്. ഇപ്പൊ അടുത്താണ്, എനിക്കാണ്. ഇല്ല, കഴിഞ്ഞ ആദ്യത്തെ ഞാൻ പറയട്ടെ. ആദ്യത്തെ ഞാൻ ഉത്തരവും പറഞ്ഞു. ആദ്യത്തെ അവിടെ ചോദിച്ചിട്ട് ഉത്തരവും പറഞ്ഞില്ല. അപ്പൊ 1. അപ്പൊ ഈ കളിയില് ഞാൻ ഉത്തരം പറഞ്ഞില്ലല്ലോ. 1-0. നിങ്ങൾക്ക് 1, ഒരു 1 പോയിന്റ്, എനിക്ക് 0. അപ്പൊ അടുത്ത പറ.
അനന്തഭദ്രം. 1 second പാട്ടില്ല. എന്നാ ഗൈസ് നമ്മുടെ സാധനം സെറ്റ് ചെയ്തിട്ട്. പപ്പാന്റെ സ്വന്തം അപ്പൂസ്. പപ്പാന്റെ സ്വന്തം അപ്പൂസ്. പപ്പാടെ വീട്ടിലോ? പപ്പാന്റെ സ്വന്തം അപ്പൂസ്. പപ്പാന്റെ സ്വന്തം അപ്പൂസ്. പപ്പാടെ സ്വന്തം അപ്പൂസ്. എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് പറഞ്ഞു? ഇല്ല കഴിഞ്ഞിട്ടില്ല. ഞാൻ വെറും 10 സെക്കൻഡോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്ത ജെഫ്രിയുള്ള ചോദ്യമാണേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല കേക്കത്തില്ല. അടുത്ത പറയട്ടെ. അടുത്ത പട്ടണത്തിൽ ഭൂതം. ടൈമർ സ്റ്റാർട്ട് ചെയ്യുവാണേ. ഭദ്രകാളി ഭൂതം. വടക്കം പടിഞ്ഞാറൻ കഥ. അങ്ങനെയൊക്കെ സിനിമയുണ്ടോ? പട്ടണത്തിൽ ഭൂതം. ടൈം ആയിട്ടോ. 1 second. പടിഞ്ഞാറ്റ മുറ്റോ? പട്ടിമിറ്റോ? കഴിഞ്ഞു. ടൈം കഴിഞ്ഞു. ഊരിക്കോ. പട്ടണത്തിൽ ഭൂതം. അപ്പം എനിക്ക് 1 each. അടുത്തത് ജെഫ്രി ചോദിക്കൂ. അങ്ങോട്ട് നീ ഇങ്ങോട്ട് കയറി വരുന്നത് എന്തിനാ? അങ്ങോട്ട് മാറിയേക്ക്. ഇത്ര അറിയാൻ വേണ്ടി കയറി വരും ഇങ്ങോട്ട്. അങ്ങോട്ട് മാറിയേക്ക്. ടൈമർ ഇടുക. വെള്ളിയേട്ടൻ. വലിയ വീട്ടിൽ. വല്യേട്ടൻ. സമയം കഴിഞ്ഞു. വല്യേട്ടൻ അല്ലായിരുന്നോ? ലേറ്റ് ആയി പോയി. പറ്റത്തില്ല. 1 മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നു. എവിടെ 1 മിനിറ്റ് ഉണ്ടായിരുന്നു? ഓക്കെ. വല്യേട്ടനായിരുന്നു ഉത്തരം. ഞാൻ പറഞ്ഞു, പക്ഷെ സമയം കഴിഞ്ഞു പോയതാണേ. ഉത്തരം പറഞ്ഞൊന്നുമില്ല. സമയം കഴിഞ്ഞ പിന്നെ പറഞ്ഞ കാര്യം എന്താ? അപ്പൊ സ്കോർ എനിക്ക് 3, ശരത്തിക്ക് 2. 2-1 ആണോ? 2-1 ആണേ. അടുത്തത് ഞാൻ പറയട്ടെ. ഞാൻ പാട്ട് കേൾക്കുന്നുണ്ടോ? ടൈമർ ഫോൺ. അപ്പൊ അടുത്ത് പറയാൻ പോവാണേ. ഉയരെ. ജെഫ്രി അതൊന്നും പറക്കി ഇങ്ങോട്ടോ. ഉയരെ. ഉർമി. ഊഞ്ഞാലോ? മുന്തിരിങ്ങ. അല്ല. ഓറഞ്ച്. ഉണ്ട. ഉറുമ്പ്. Your time up. ഉറുമി. അത് പറഞ്ഞേ. പറഞ്ഞില്ല. ഇപ്പഴാ പറഞ്ഞത്. ഞാൻ ടൈം കഴിഞ്ഞപ്പോ പറ്റത്തില്ല. ഉറുമി പറഞ്ഞില്ലായിരുന്നോ? ഇല്ല പറഞ്ഞില്ല. എന്നാ അപ്പൊ 2-1 ലാസ്റ്റ് ജെഫ്രിയുടെ. ഇതിപ്പോ കഴിഞ്ഞിട്ടോ. ഇത് ലാസ്റ്റ് ആണ്. ലാസ്റ്റ് ജെഫ്രിയുടെ ചാൻസ്. ഇല്ല, ഞാൻ ഉറുമി പറഞ്ഞായിരുന്നു. ഇല്ല, ഇത് ലാസ്റ്റ്. ഒരു സിനിമ പേരുടെ ഉള്ളൂ. ഇപ്പൊ കഴിയാണ്. ഞാനാ ജയിച്ചെന്നാലും ടൈമർ വെക്കും. ഇല്ല ഗൈസ്, കള്ളത്തരാണ്. ഞാൻ ഉറുമിന്ന് പറഞ്ഞ പറ്റിച്ചെന്നെ. സമ്മതിക്കത്തില്ല. ലാസ്റ്റ് ഇപ്പോ വെച്ചിരിക്കുന്നു. ഇപ്പൊ പറയാൻ പോവുകയാണ്. തെങ്കാശിപ്പട്ടണം. ഒന്നുകൂടെ പറ. തെങ്കാശിപ്പട്ടണം. 2 each. അപ്പൊ ഞാൻ ലാസ്റ്റ് ജെഫ്രിയോടുള്ള ചോദ്യമാണേ. ആര് ജയിക്കുമെന്ന് അറിയണമല്ലോ. ഓക്കെ. തെങ്കാശിപ്പട്ടണം.
അടുത്ത് പറയാൻ പോണം. പ്രേമം. അവിടെ നിന്നാ മതി, ഇങ്ങോട്ട് വരണ്ട. പാലപ്പോ അല്ല, പനിനീർ ചാന്നിങ്ങ. പ്രേമം. പ്രേമം. അതാ ഞാൻ ഉത്തരം പറഞ്ഞിരിക്കുന്നു. പാലപ്പാടിനും പ്രേമം. പ്രേമം. ഓക്കെ, പറ്റിക്കാൻ നോക്കി, ചുണ്ട് വേറെ രീതിയിലാക്കിയിട്ട്. ഗൈസ്, ഇപ്പോൾ ഞാൻ അടുത്ത് ചോദിക്കാൻ പോവാം. ടൈമർ ഇട്ടേക്കട്ടെ. സെറ്റല്ലേ? ടൈമർ ഇടാൻ പോണ. വെള്ളാനകളുടെ നാട്. വെള്ളാനകളുടെ നാട്. വെള്ളാനകളുടെ നാട്. വെള്ളം പോയോ? വെള്ളം വെള്ളം എന്ന് പറഞ്ഞ സിനിമ ഉള്ളതിന്. വാ, once more. വെള്ളാനകളുടെ നാട്. വെള്ളാനകളുടെ നാട്. വെള്ളാനകളുടെ നാട്. വൈറ്റ് കളർ എലിഫന്റ്സ് വില്ലേജ്. ആന. വെള്ളാനകളുടെ നാട്. ആനകളോ? ലേലം ഉറപ്പിക്കാൻ പോള്. ഒരു തരം, 2 തരം, 3 തരം. തോറ്റിരിക്കുന്നു. വെള്ളാനകളുടെ നാട്. എത്രയാണ് പറഞ്ഞത്? വെള്ളാനകളുടെ നാടെന്ന് പറഞ്ഞില്ലേ? എന്തോ എനിക്ക് മനസ്സിലാവുന്ന വെള്ളം ആന, വെള്ളം ആനാന്ന് മനസ്സിലാവുന്ന. ഇത് മനസ്സിലായിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിക്കണ്ടേ. ഇത് പറ്റത്തില്ല, ഇത് കള്ളക്കളിയാ ഗൈസ്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മനപ്പൂർവ്വം ജെഫ്രിക്ക് കൊഞ്ഞ പറയുന്ന പോലെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ നല്ല വാ തുറന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടെന്ന്. ജെഫ്രി ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്കെന്ത് മനസ്സിലാവാനാ? ഒന്ന് പറഞ്ഞേ. വെള്ളാനകളുടെ നാട്. ഇപ്പൊ അങ്ങനെ പറയുന്നത് എന്നെ നോക്കി പറഞ്ഞപ്പോ അങ്ങനെയല്ല പറഞ്ഞത്. ഓക്കെ, ജെഫ്രി എന്താണെങ്കിലും ജയിച്ചായിട്ട് നമ്മൾ ലേലം ഉറപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ജെഫ്രിക്ക് ഞാൻ പിസ്സ വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. ഞാനാണ് വിന്നർ. എത്ര പോയിന്റിന്? ഞാൻ 3-2 ജയിച്ചിരിക്കുന്നു. 3-2. ഓക്കെ, 3-2. ഞാൻ 2 വെച്ചാൽ 2 നിങ്ങൾക്ക് വളരെ നാണം കെട്ട തോൽവിയായിപ്പോ നിങ്ങൾ. സാറില്ല, അടുത്ത ഗെയിമിൽ ഞാൻ ജയിക്കും. അപ്പോൾ പിസ്സ, അയ്യോ. അപ്പൊ എന്റെ ഒരു പിസ്സ പോയി കിട്ടി. അപ്പൊ ഇതോടെ ഇത് ഞങ്ങളുടെ ചെറിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങൾക്ക് എന്താണുള്ള രസം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് രസം ഉണ്ടായിരുന്നു എന്ന് പറയാം ഫ്രീ. ഓ, എനിക്ക് രസമുണ്ടായിരുന്നു. എന്റെ ചെവിയില് മ്യൂസിക് ഇട്ട് പ്ലേ ചെയ്തോനെ നല്ലതായിരുന്നു. അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഞങ്ങളിപ്പോ നിൽക്കുന്ന ഒരു ചെറിയ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുത്തേ ഫ്രീ. നല്ല രസമാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു കുന്നിൻ്റെ മേളിലാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. കാരണം ഇത്രയും നല്ലൊരു പ്രകൃതി ഭംഗി കണ്ടിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് തോന്നുന്നത് ശരിയല്ലല്ലോ. ഇത് ജസ്റ്റ് ഒരു റോഡിൻ്റെ സൈഡാട്ടോ, ഒരു പാർക്ക് പോലെയുള്ള വെറുതെ നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് ഇത്രയും സംഭവങ്ങൾ. താഴെ കൃഷി സ്ഥലങ്ങളായിരുന്നു തോന്നുന്നു, പക്ഷെ ഇപ്പം കൃഷിയൊന്നുമില്ല. കുറെ കള്ളിമുൾച്ചെടിയും പിന്നെ പുല്ലും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പുറത്ത് കാണാം, നമ്മൾ ആ വഴിയാണ് മെല്ലിഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ കുന്നിൻ്റെ മേളാണ് മെല്ലിഹ. സോ ഇതാണ് ഇതിൻ്റെ നൈസ്. ഇപ്പം നമ്മൾ നിന്ന സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തത് ഈ മരം, ഈ പൈൻമരക്കാട്. ഞങ്ങൾ നിന്ന സ്ഥലം ഈ പൈൻമരക്കാടും ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യൂ ആണ്. ഞങ്ങൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് കേട്ടോ. കടലിൻ്റെ നല്ലൊരു ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ബോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ജെഫ്രി, ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ വലിച്ചൊരു അടി അടിക്കുക. ബൈ.